ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിനി വിഭജികയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം കൊറ്റംകര സ്വദേശി വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. രാത്രി എയർപോർട്ടിലെത്തിച്ച മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരത്തോടെ കൊല്ലത്തെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കൊല്ലം കൊറ്റംകര കേരളപുരം സ്വദേശിയാണ് വിഭജിക. മകൾ വൈഭവി നിതീഷ് എന്നിവരാണ് അൽ നഖൈദയിലെ തലസ്ഥാനത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കിയതാണെന്നാണ് നിഗമനം. ജൂലൈ 8 രാത്രിയായിരുന്നു സംഭവം. ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കായിരുന്നു വിഭജിക. ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷാണ് ഭർത്താവ്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. 7 വർഷമായി വിഭജിക UAE-യിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുൻപായിരുന്നു വിവാഹം. നിതീഷിന്റെയും ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് വിഭജിക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. നിതീഷിൽ നിന്നും ഇയാളുടെ പിതാവ്, സഹോദരി എന്നിവരിൽ നിന്നും നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വിഭജിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. അതിനിടെ വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ജൂലൈ 17 UAE-യിൽ തന്നെ സംസ്കരിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.